മനസ്സിൽ ഉണരും ആയിരം വസന്തം, മനസ്സിൽ ഉണരും യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. മുഖമറിയും മാനുഷർ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ, നിൻ ദുഃഖമറിയും മാനുഷർ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല, ആനന്ദം നേടാതടങ്ങുകില്ല. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും, പരസ്പര സ്നേഹം നുകരും. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. വേദപുസ്തകം വായിക്കുമ്പോൾ അനേക സ്ഥലങ്ങളിൽ ആത്മാവിൻ്റെ വിവശത വന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ശക്തി പകർന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ആത്മാവ് ശക്തിയോടെ വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഇബ്താഹിൻ്റെ മേൽ ആത്മാവ് ശക്തിയോടെ വന്നു, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. ശിംശോൻ്റെ മേൽ ആത്മാവ് ശക്തിയോടെ വന്നു, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. ദാവീദിൻ്റെ മേൽ ആത്മാവ് ശക്തിയോടെ വന്നു, ശമൂവേലിൻ്റെ പുസ്തകത്തിൽ.
യഹസ്കേലിൻ്റെ മേൽ ആത്മാവ് ശക്തിയോടെ വന്നു, യഹസ്കേൽ പ്രവചനത്തിൽ. സെരുബ്ബാബേലിൻ്റെ മേൽ ആത്മാവ് ശക്തിയോടെ വന്നു, സഖരിയ പ്രവചനത്തിൽ. സ്തോത്രം. ആത്മാവ് ശക്തിയോടെ വന്നു. ആത്മാവ് ശക്തിയോടെ വരുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കും. ആത്മാവ് ശക്തിയോടെ വന്നാൽ ചില അത്ഭുതങ്ങൾ നടക്കും. ശ്രദ്ധിക്കൂ, ഇന്ന് നിങ്ങൾക്ക് ആത്മാവ് ശക്തിയോടെ വന്നാൽ നിങ്ങളിൽ ചില അത്ഭുതങ്ങൾ നടക്കും. ചില അത്ഭുതങ്ങൾ, അതാണ് മിറക്കിൾസ്. ചില അത്ഭുതങ്ങൾ വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 25-ാം വാക്യം മുതൽ വായിക്കൂ. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 25-ാം വാക്യം മുതൽ 32-ാം വാക്യം വരെ. സിപ്പോരിൻ്റെ മകനായ ബാലാക്ക് എന്ന മോവാബ് രാജാവിനേക്കാളും നീ യോഗ്യനോ? അവൻ ഇസ്രായേലിനോട് എപ്പോഴെങ്കിലും വാഗ്വാദം ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഇസ്രായേൽ ഹെശ്മോനിലും അതിൻ്റെ പട്ടണങ്ങളിലും അരോവേരിലും അതിൻ്റെ പട്ടണങ്ങളിലും അർന്നോൻ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും 300 സംവത്സരത്തോളം പാർത്തിരിക്കെ ആ കാലത്തിനിടയിൽ നിങ്ങൾ അവയെ ഒഴിപ്പിക്കാതിരുന്നതെന്ത്? ആകയാൽ ഞാൻ നിന്നോട് അന്യായം ചെയ്തിട്ടില്ല. എന്നോട് യുദ്ധം ചെയ്യുന്നതിനാൽ നീ എന്നോടാകുന്നു അന്യായം ചെയ്യുന്നത്. ന്യായാധിപനായ യഹോവ ഇന്ന് ഇസ്രായേൽ മക്കളുടെയും അമോന്യരുടെയും മധ്യേ ന്യായം വിധിക്കട്ടെ. എന്നാൽ ഇബ്താഹ് പറഞ്ഞയച്ച വാക്ക് അമോന്യരുടെ രാജാവ് കൂട്ടാക്കിയില്ല. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇബ്താഹിന്മേൽ വന്നു. അവൻ ഗിലെയാദിലും മനശ്ശയിലും കൂടി കടന്നു. ഗിലെയാദിലെ മിസ്പായിലെത്തി. ഗിലെയാദിലെ മിസ്പായിൽ നിന്ന് അമോന്യരുടെ നേരെ ചെന്നു. യഹോവയുടെ ആത്മാവ് ഇബ്താഹിന്മേൽ വന്നു. അവൻ ഗിലെയാദിലും മനശ്ശയിലും കൂടി കടന്ന് ഗിലെയാദിലെ മിസ്പയിലെത്തി. ഗിലെയാദിലെ മിസ്പയിൽ നിന്ന് അമ്മോന്യരുടെ നേരെ ചെന്നു. ഇബ്താഹ് യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു. ദൈവത്തിന് സ്തോത്രം. ഇബ്താഹിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. എന്തായിരുന്നു പ്രശ്നം? ഇബ്താഹ് വലിയൊരു യുദ്ധത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുകയാണ്. ശത്രു സൈന്യത്തോടുള്ള യുദ്ധത്തിൻ്റെ മുൻപിൽ ഇബ്താഹ് വന്ന് പെട്ടിരിക്കുകയാണ്. വലിയൊരു യുദ്ധം, ദൈവജനത്തിൻ്റെ നേരെയുള്ള യുദ്ധത്തിന് ശത്രു സൈന്യം, എതിരാളികളുടെ സൈന്യം മുതിർന്നു വന്നപ്പോൾ അവരെ നേരിടുവാൻ ഇബ്താഹ് ദൈവനാമത്തിൽ കടന്നു ചെന്നു. ഇബ്താഹിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നു. ആത്മാവ് ശക്തിയോടെ വരുമ്പോൾ ശത്രുവിൻ്റെ മേൽ ജയം കിട്ടും. ഇന്ന് ശത്രുവിൻ്റെ ആക്രമണത്തിൽ തളർന്നും തകർന്നിരിക്കുന്ന പലരുമുണ്ട്. പിശാചിൻ്റെ ആക്രമണം, ശത്രുവിൻ്റെ ആക്രമണം. പിശാചിൻ്റെ ആക്രമണം വരുന്നത് പലപ്പോഴും മനുഷ്യരിൽ കൂടിയാണ്. മനുഷ്യരിൽ കൂടി ദൈവം പ്രവർത്തിക്കും, മനുഷ്യരിൽ കൂടി പിശാച് പ്രവർത്തിക്കും. മനുഷ്യരെ ആയുധമാക്കിക്കൊണ്ടാണ് പിശാച് പ്രവർത്തിക്കുന്നത്. മനുഷ്യരിൽ ഇറങ്ങി നിന്നുകൊണ്ടാണ് പിശാച് പ്രവർത്തിക്കുന്നത്. ചില മനുഷ്യർ, ചില ദുഷ്ട മനുഷ്യർ, ചില നീചരായ ആളുകൾ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഉള്ളിൽ പിശാചിനെ കൊടുത്തു എന്നുള്ളതാണ് കാരണം. പിശാചാണ് പ്രവർത്തിക്കുന്നത്. നമ്മെ എതിർക്കുകയും നമ്മെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന പിശാചാണ്, സാത്താൻ. സാത്താൻ ചിലരുടെ ഉള്ളിൽ കടന്നുകൂടുന്നു. അങ്ങനെയാണ് കുടുംബങ്ങളിൽ വഴക്കുണ്ടാകുന്നത്, കുടുംബങ്ങളിൽ ഭിന്നത ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഡൈവോഴ്സ് ഉണ്ടാകുന്നത്, വിവാഹമോചനം. ഈ പിശാച് കയറി ആവശ്യമാണ് ഗർഭഛിദ്രങ്ങൾ നടക്കുന്നത്. വേണ്ട, ഇനി ഒരു കുഞ്ഞ് വേണ്ടെന്ന് ചിന്തിക്കുന്നു, ഗർഭഛിദ്രം. പിശാച് കയറി ആവശ്യമാണ് വെറും 50 വയസ്സൊക്കെ വഴക്കുണ്ടാക്കിയ അവസാനം കൊലപാതകത്തിൽ വരുന്നത്. പത്രത്തിൽ കണ്ടില്ലേ? ഒരു 50 വയസ്സൊക്കെയുള്ളൊരു വഴക്ക്, വെറും ശാഠ്യം, ദുശാഠ്യം. കോപം വന്നു, പിന്നെ അത് മാരകമായ കോപമായി മാറി, പിന്നെ അത് കൊലപാതകമായി മാറി. ഈ പിശാച് പ്രവർത്തിച്ചാണ് പലരെയും ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയി വീഴിക്കുന്നത്. ആത്മഹത്യ, എനിക്ക് ചാകണമെന്ന് തോന്നൽ വരികയാണ്, എനിക്ക് മരിക്കണം. അത് വെറും നിരാശ മാത്രമല്ല, വൈരാഗ്യമുണ്ട് അതിൻ്റെ പിന്നിൽ. ആത്മഹത്യയുടെ പിന്നിൽ കോപവും വൈരാഗ്യമുണ്ട്. ചിലരോടുള്ളതായ വൈരാഗ്യം തീർക്കാനാണ് ആത്മഹത്യ ചെയ്യുന്നത്. എന്ത് വൈരാഗ്യം തീർക്കാനാണ്? പിശാചാണ് പാവം മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോകുന്നത്. എല്ലാം ദുരാത്മാക്കളാണ് വഴക്കുണ്ടാക്കുന്നത്, ദുരാത്മാക്കളാണ് ഭിന്നത ഉണ്ടാക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരെ മദ്യത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുന്നത് പിശാചല്ലേ? മയക്കുമരുന്നിലും കഞ്ചാവിലും കൊണ്ടുപോയി പൂട്ടിയിടുന്നത് പിശാചല്ലേ? നമ്മുടെ ചെറുപ്പക്കാർ ദുശ്ശീലങ്ങൾ അഭ്യസിപ്പിക്കുന്ന പിശാചല്ലേ? ഇൻ്റർനെറ്റിലെ ചീത്ത പടങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്ന പിശാചല്ലേ? ദുരാത്മാക്കൾ ചീത്ത പടങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ദുരാത്മാക്കൾ അശുദ്ധ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. ദുരാത്മാക്കൾ മനുഷ്യനെ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അറുക്കാനും മുടിക്കാനും അത്രയേ പിശാച് വരുന്നത്. അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും, ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. യൗവനത്തിന് ശേഷം 10-ാം അധ്യായത്തിൽ കാണാം, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ ശത്രു വരുന്നില്ല. കള്ളൻ വരുന്നത് അറുക്കുക, മുടിക്കുക, മോഷ്ടിക്കുക, ഇതെല്ലാം ഇന്ന് പിശാച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എവിടെ കുടുംബത്തിൽ കലഹമുണ്ടോ അവിടെ പിശാച് ജയിക്കുകയാണ്. എവിടെ ഭിന്നതയുണ്ടോ അവിടെ പിശാച് ജയിക്കുകയാണ്. എവിടെ ജീവിതത്തിൽ ഉഴപ്പ് വരുന്നോ അവിടെ പിശാച് ജയിക്കുകയാണ്. ഇല്ലേ, കണ്ടിട്ടില്ലേ? നല്ല മിടുമിടുക്കന്മാർ പിള്ളേർ, നല്ല ബുദ്ധിയുള്ള പെൺകുട്ടികൾ, അവർ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉഴപ്പിപ്പോയി നല്ല മാർക്കോടെ പഠിച്ചു വന്നതായിരുന്നു. പെട്ടെന്ന് ഇതാ എല്ലാം തകർന്നു, മാർക്കെല്ലാം കുറഞ്ഞു. എന്താ കാരണം? പിശാച് വഞ്ചിച്ചു അവരെ, പിശാചിനവർ ഇടം കൊടുത്തുപോയി. ഇങ്ങനെ ശത്രുക്കൾ പ്രബലന്മാരായ ശത്രുക്കളാണ് പിശാചുക്കൾ, ദുരാത്മാക്കൾ. ഓരോ ദേശത്തിനും പിശാചിൻ്റെ ദുരാത്മാക്കളുണ്ട്, ടെറിട്ടോറിയൽ കമാൻഡേഴ്സ്. അതാത് ദേശത്തിനുള്ള പിശാചിൻ്റെ തലവന്മാരുണ്ട്. ഓരോ കുടുംബത്തിനും അപകടം വരുത്താൻ പിശാചുക്കളുണ്ട്. ഓരോ വ്യക്തിക്കും അപകടം വരുത്താൻ പിശാചുക്കളുണ്ട്. നാടിന് അപകടം വരുത്താൻ നാടിൻ്റെ അധിപതിയായ പിശാച്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം യവനദേശത്തിലെ പ്രഭു എന്ന്, പാർസി പ്രഭു എന്ന് പറഞ്ഞാൽ എന്താണ്? യവനദേശം ഗ്രീസാണ്. ഗ്രീസ് ദേശത്തിന് വേണ്ടി സാത്താൻ നിയമിച്ചാക്കിയ ടെറിട്ടോറിയൽ കമാൻഡറുണ്ട്, അതാണ് യവനദേശത്തിലെ പ്രഭു, പാർസി പ്രഭു. പേർഷ്യൻ സാമ്രാജ്യത്തിൽ ആ സാമ്രാജ്യത്തെ മുടിക്കാൻ പിശാച് നിയോഗിച്ച പിശാചുക്കളുടെ തലവനുണ്ട്, അവനാണ് പാർസി പ്രഭു. ഓരോ കമാൻഡറുടെയും കീഴിൽ അനേക സൈന്യങ്ങളുണ്ട്, ദുരാത്മാക്കൾ ഏറെയുണ്ട്. ഈ ദുരാത്മാക്കൾ ഓരോരുത്തരെയും വീഴിക്കാൻ പുറകെ നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശത്രുവിന് നേരെ ജയം കിട്ടണമെങ്കിൽ ആത്മാവ് ശക്തിയോടെ വരണം. നമുക്ക് പിശാചിന് മേൽ ജയം കിട്ടുന്ന എന്ത് വേണം? ആത്മാവ് വേണം. പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്നാൽ നമുക്ക് പിശാചിന് മേൽ ജയം കിട്ടും. പരിശുദ്ധാത്മാവിൽ മാത്രമേ ജയിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ സ്വന്തം ശക്തിയോട് ജയിക്കാൻ പറ്റുകയില്ല. പിശാച് എന്ന് പറഞ്ഞാലൊന്നും പിശാച് പോവുകയില്ല. പിശാചിനെ നമ്മുടെ ശബ്ദം കൊണ്ട് പേടിപ്പിച്ചാലൊന്നും പിശാച് പോവുകയില്ല. പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ ഒരേ ഒരു പോംവഴിയുള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ തീ അകത്ത് കത്തണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അകത്തുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് ശക്തിയോടെ വരുമ്പോൾ മാത്രമേ പിശാചുക്കളെ മാറ്റാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അകത്ത് വരുമ്പോൾ പിശാചുക്കൾ മാറിപ്പോകും, ഭൂതങ്ങൾ വിട്ടുപോകും, ഭൂതാത്മാക്കൾ വിട്ടുപോകും, ദുരാത്മാക്കൾ വിട്ടുപോകും, പ്രേത പിശാചുക്കൾ വിട്ടുപോകും, എല്ലാം മാറും. എങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, മനുഷ്യൻ്റെ ശക്തിയല്ല. മനുഷ്യൻ എല്ലാവരും ദുർബലരാണ്, ബലഹീനരാണ്. ഒരു മനുഷ്യൻ്റെ ശക്തി കൊണ്ട് പിശാചുക്കൾ വിട്ടുപോകുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് പിശാചുക്കൾ മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശത്രുവിൻ്റെ മേൽ ജയം കിട്ടി. ശത്രുവിൻ്റെ മേൽ ജയം. ഒന്ന്, ഇബ്താഹ് ശത്രുവിൻ്റെ മേൽ ജയം കിട്ടി, ഇബ്താഹിൻ്റെ മേൽ ആത്മാശക്തി വന്നപ്പോൾ. 2, ശിംശോൻ. നമുക്ക് വായിക്കാം, ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ 15-ാം അധ്യായം 14-ാം വാക്യം. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. ബന്ധനങ്ങൾ ദ്രവിച്ചുപോയി, കയ്യിലെ കെട്ടുകൾ അഴിഞ്ഞുപോയി. എങ്ങനെ? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ബന്ധനം കഴിയും. ഇന്ന് അനേകരുടെ കൈകളിൽ ബന്ധനമുണ്ട്. അതുകൊണ്ടാണ് അരുതാത്ത പ്രവൃത്തികൾ ചെയ്യുന്നത്. ഈ കൈ കൊണ്ട് അരുതാത്തത് ഞാൻ ചെയ്യുന്നത് എന്നിൽ പിശാചിന് ബന്ധനമുള്ളപ്പോഴാണ്. എൻ്റെ നാവ് കൊണ്ട് അരുതാത്ത വാക്കുകൾ പറയുന്നത് നാവിൽ പിശാചിന് ബന്ധനമുള്ളത് കൊണ്ടാണ്. അഴുക്കായ വാക്കുകൾ പറയുന്നു, കോപിക്കുന്ന വാക്കുകൾ പറയുന്നു, മറ്റുള്ള ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയുന്നു. പിശാച് നാവിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ കണ്ണിൽ പിശാച് പ്രവർത്തിക്കുന്നു. എപ്പോൾ? പിശാച് പ്രവർത്തിക്കാൻ കാരണം എൻ്റെ കണ്ണ് ഞാൻ സൂക്ഷിച്ചില്ല. അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് ഞാൻ കാവൽക്കാരെ നിയമിച്ചില്ല. അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് കാവൽക്കാരെ നിയമിക്കണം. പ്രാർത്ഥനാ പുസ്തകത്തിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് കാവൽക്കാരുണ്ടായിരിക്കണം. ഇല്ലെങ്കിലോ കണ്ണ് പിശാച് ഉപയോഗിക്കും. ഈ കണ്ണ് അരുതാത്ത പടം കാണും, മ്ലേച്ഛ ചിത്രങ്ങൾ കാണും, മ്ലേച്ഛ ചിത്രങ്ങൾ കാണാൻ കൊതിക്കും. ഇവിടെ ഇരിക്കുന്ന അനേകം ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലജ്ജിക്കണം. ഈ വാക്ക് കേട്ടുകൊണ്ട് ദൂരെ ഇരിക്കുന്നവർ അവരും ലജ്ജിക്കണം. എൻ്റെ കർത്താവേ, എത്രയോ കാലം ഈ കണ്ണ് ഞാൻ അശുദ്ധിക്ക് വിട്ടുകൊടുത്തു, അരുതാത്ത കാര്യങ്ങൾ കാണാൻ ഞാൻ വിട്ടുകൊടുത്തു. എൻ്റെ ദൈവമേ, ഈ കണ്ണ് അശുദ്ധി കണ്ട് രസിച്ച കണ്ണല്ലേ കർത്താവേ. എൻ്റെ ദൈവമേ, അതുമൂലം എൻ്റെ ഹൃദയത്തിൽ എന്തുമാത്രം ക്ഷീണം പറ്റുപോയി. ചില ചെറുപ്പക്കാർ ഈ ചീത്ത പടങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട്, ബ്ലൂ ഫിലിം എന്നൊക്കെ പറയുന്ന അശുദ്ധ ചിത്രങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട് ഇൻ്റർനെറ്റിൽ കടന്ന് അരുതാത്ത പടങ്ങൾ കണ്ട് അനേകം ചെറുപ്പക്കാരുടെ ബുദ്ധി വന്നിച്ചു പോയി, അവരുടെ കഴിവ് നഷ്ടപ്പെട്ടു പോയി, അവർക്ക് പഠിക്കാൻ പറ്റാതായി. മനസ്സിൽ പഠിക്കാനിരിക്കുമ്പോഴും ആ ചിത്രങ്ങളാണ് മനസ്സിൽ വന്ന് നിൽക്കുന്നത്. പുസ്തകം തുറക്കും, വേണമെങ്കിൽ ഫിസിക്സ് വായിക്കും, അല്ലെങ്കിൽ കെമിസ്ട്രി വായിക്കും, അല്ലെങ്കിൽ കണക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഇംഗ്ലീഷ് വായിക്കും. പക്ഷേ അപ്പോഴെല്ലാം വായന ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, പേജുകൾ മറിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മുമ്പിലെപ്പോഴും ഈ ചിത്രങ്ങളൊന്നും നിൽക്കും. അത് മായാത്ത ചിത്രങ്ങളാണ്. നോക്കൂ, ഇങ്ങനെയുള്ളതൊന്നും കാണാതിരിക്കുന്നതാണ് നല്ലത്. കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല ബുദ്ധി പോകും, നല്ല ബുദ്ധി ക്ഷയിച്ചു പോകും. ഈ കർത്താവ് തന്ന ബുദ്ധി നശിപ്പിക്കണമോ? കർത്താവ് തന്ന മൂർച്ചയുള്ള ബുദ്ധി നശിപ്പിക്കണമോ? കൂർമ്മ ബുദ്ധി, മൂർച്ചയുള്ള ബുദ്ധി.
ഷാർപ്പ് ഇൻ്റലക്റ്റ് അത് നശിപ്പിക്കരുത്. ദൈവം തന്ന മൂർച്ച കളയരുത്. ബുദ്ധിക്കൊരു മൂർച്ച നിങ്ങൾക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ബുദ്ധിക്കൊരു കഴിവ് കർത്താവ് തന്നിട്ടുണ്ട്. അത് പാവത്തിന് വിറ്റ് കളയരുത്, അശുദ്ധിക്ക് വിറ്റ് കളയരുത്. ആത്മാവ് ശക്തിയോടെ നിങ്ങൾ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബന്ധനം കഴിയും. ഓരോ അവയവങ്ങളിലും ബന്ധനമുണ്ട്. അവയവങ്ങളിൽ ബന്ധനം. കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അനേകം ബന്ധനങ്ങളുണ്ട്. അനേകം ബന്ധനങ്ങൾ, ശാപത്തിൻ്റെ ബന്ധനങ്ങളുണ്ട്. നാം ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങൾ ശാപകരമായി പോയി. മാതാപിതാക്കളോട് ധിക്കാരമായി പെരുമാറിയത് ശാപകരമായി പോയി. അപ്പനെയോ അമ്മയോ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച് ശാപകരമായി പോയി. അപ്പനെ തല്ലുകയോ അമ്മയോ ഉപദ്രവിക്കുകയോ ചെയ്തെങ്കിൽ ശാപകരമായി പോയി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാഗ്യവശാൽ നമ്മുടെ കൂട്ടായ്മയിൽ അതൊന്നും ഇല്ലെന്ന് ഞാൻ കരുതട്ടെ. എന്നാൽ അനേകർ ചിലർ സങ്കടത്തോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭർത്താവ് വന്ന് തലമുടിക്ക് കുത്തിപ്പിടിച്ച് മുറിയിൽ കൂടി വലിച്ചഴച്ചുകൊണ്ട് നടന്നുവെന്ന്. തലമുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് മുറിയിൽ വലിച്ചഴച്ചുകൊണ്ട് നടന്നു. എന്നാൽ സ്ത്രീക്ക് ഭർത്താവിന് അപ്പോഴും സ്നേഹമാണ് താനും. എന്തൊരു അത്ഭുതം! ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യവുമില്ല, മദ്യപിച്ച് ലക്കില്ലാതെ വന്നിട്ട് ഭാര്യയെ കഠിനമായി മർദ്ദിക്കുന്നു, അടിക്കുന്നു, ഭയങ്കരമായി അടിക്കുന്നു. ആ സാധു ഉച്ചത്തിൽ വിളിക്കുന്നു. പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പാവങ്ങളെ പിള്ളേർ അപ്പൻ്റെ ഈ കോപാവേശം കൊണ്ട് ഒരു പക്ഷേ ഇപ്പം കോപഭ്രാന്ത് പിടിച്ച് വരുന്നതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമോ പേടിച്ച് കട്ടിൽ കഴിയും ഒളിക്കുന്നു, അല്ലെങ്കിൽ വാതിൽ തുറന്ന് ഇറങ്ങി ഓടുന്നു, വല്ല കുറ്റിക്കാട്ടിൽ മറിഞ്ഞിരിക്കുന്നു. എത്രയോ കുടുംബങ്ങളാണ് നരകം. പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങൾ നരകമായി കിടക്കുന്നു. മനുഷ്യ ഹൃദയത്തിൽ സമാധാനം ഇല്ലാതിരിക്കുകയാണ്. എങ്ങും സമാധാനമില്ല എന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും സമാധാനം പിന്നെയും നശിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയും ഇവിടെയും ഭീകരാക്രമണങ്ങളെക്കുറിച്ചുള്ള ദുശ്രുതി കേട്ടുകൊണ്ടിരിക്കുന്നു. ഭീകരാക്രമണങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നിരപരാധികൾ വധിക്കപ്പെടുന്നു. പാവങ്ങൾ നിരപരാധികൾ വധിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സമൂഹം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യജാതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പത്രത്തിൽ വായിച്ചു, ഈ ഭൂമി അത് ഉരുകി സൂര്യനിൽ ചെന്ന് ലയിക്കുന്ന സമയം വരുമെന്ന്. എനിക്കതൊന്നും മനസ്സിലാകുന്ന കാര്യമല്ല. ഈ ഭൂമി അതിൽ ഒരു സമയമാകുമ്പോൾ ഈ ഭൂമിക്ക് അതിൻ്റെ അവസാനം വരും. വേദപുസ്തകം പറയുന്നുണ്ട്, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യുമെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞത് പത്രത്തിൽ കണ്ടത് ഒരു പുതിയ വാർത്തയായി. അതിൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. ഈ ഇന്നത്തെ ഈ ഭൂമി, താമസിക്കുന്ന ഭൂമിയുണ്ടല്ലോ, ഈ ഭൂമി അത് ഇല്ലാതാകും. സൂര്യൻ്റെ ചുവട്ടിലേക്ക് അങ്ങ് ലയിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഭൂമിയില്ല, ഉരുകി തീരും. ഇങ്ങനെ സാധനം ഇല്ല. പിന്നെ വേദപുസ്തകം പറഞ്ഞതായിട്ട് എന്ത് അത്ഭുതമാണ്. യോജിപ്പ് കണ്ടില്ലേ? വേദപുസ്തകം അത് തന്നെ പറഞ്ഞു, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന്, ഭൂമി അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യുമെന്ന്. ഇതെല്ലാം കത്തി നശിക്കാൻ പോവുകയാണ്. എല്ലാം കത്തി അമരാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പേടിക്കാൻ പറയുകയല്ല, സത്യമാണിത്. പേടിച്ചാലും പ്രയോജനമൊന്നുമില്ല. ഈ നമ്മുടെ കാലത്താണോ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ ജീവിതകാലത്താണോ ഇതൊക്കെ സംഭവിക്കുന്ന നമുക്ക് അറിഞ്ഞുകൂടാ. എന്തെല്ലാമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ലോകം എങ്ങനെ പോകുന്നു? എവിടെയാണ് ഒരു സ്വസ്ഥതയുള്ളത്? ഏത് രാജ്യത്താണ് സ്വസ്ഥതയുള്ളത്? ഒരു സമയത്ത് ഏറ്റവും നല്ല സംസ്കാര സമ്പന്നമായ രാജ്യം എന്നറിയപ്പെട്ടിരുന്ന ഫ്രാൻസിൽ ഈയിടെ നടന്ന കൂട്ടക്കൊല കേട്ടില്ലേ? ഫ്രാൻസിൽ ഈയിടെ നടന്ന കൂട്ടക്കൊലയെക്കുറിച്ച് നിങ്ങൾ വായിച്ചില്ലേ? എന്താ പറയുന്നത്? മനഃപൂർവ്വം നിരപരാധികളെ കൊല്ലുന്നു. കൊല്ലുന്നു എന്തിന്? കൊല്ലുന്നവർക്ക് അറിഞ്ഞുകൂടാ എന്തിനാ കൊല്ലുന്നതെന്ന്. മനുഷ്യനെ കൊല്ലുന്നു. ഇങ്ങനെ തകരുന്ന സമൂഹം അനേകരെ പിശാചിൻ്റെ വലയത്തിനുള്ളിലാണ്. പിശാചിൻ്റെ വലയ്ക്കുള്ളിൽപ്പെട്ടിരിക്കുകയാണ്. പിശാച് കെട്ടിയിട്ടിരിക്കുകയാണ്. അശുദ്ധിയുടെ പിറകെ ലോകം പരക്കം പായുന്നു. അശുദ്ധി, ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ളതായ അശുദ്ധിയുടെ വാർത്തകൾ നാം കേൾക്കുന്നു. ബലാത്സംഗങ്ങൾ പെരുകുന്നു, അതിക്രമങ്ങൾ പെരുകുന്നു, സ്ത്രീകൾ അവമാനിക്കപ്പെടുന്നു, കന്യാസ്ത്രീകൾ വലിച്ചഴക്കപ്പെടുന്നു. ജീവിതത്തിൽ വിവാഹം വേണ്ട എന്നുള്ള തീരുമാനത്തോടെ, കർത്താവിന് മണവാട്ടി എന്നുള്ള നല്ല ബോധ്യത്തോടെ അങ്ങനെ ജീവിക്കുന്ന സ്ത്രീകൾ സ്വന്തം ശരീരത്തിന് മാനം കാക്കാൻ സാധിക്കാതെ അവർ വഴിയോരങ്ങളിൽ പിച്ച് ചീന്തിയിടുന്നു. നഷ്ടം. എന്താണ് ഈ പറയുന്നത്? ഇതാ കശ്മലന്മാർ, ദുഷ്ടന്മാർ പാവം നിരപരാധികളായ സ്ത്രീകളെ അവമാനിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ ജീവിതം തകർത്ത് കളയുന്നു. കുടുംബങ്ങളിൽ കയറി അക്രമങ്ങൾ നടത്തുന്നു. ഇതെല്ലാം നാം എന്നും പത്രങ്ങൾ കാണുന്നതല്ലേ? എന്താണ് കാരണം? മനുഷ്യൻ ബന്ധനത്തിലാണ്. മനുഷ്യ സമൂഹം ബന്ധനത്തിലാണ്. എന്നാൽ
ആത്മാവ് ശക്തിയോടെ വന്നാൽ ബന്ധനം അഴിയും. ആത്മാവ് ശക്തിയോടെ വന്നാൽ ബന്ധനം എല്ലാ കെട്ടുകളും പൊട്ടും. ആ വാക്യം ഒന്ന് വായിക്കാം. ശിംശോൻ്റെ കാര്യം. ശിംശോൻ്റെ കയ്യിലുണ്ടായിരുന്ന കെട്ടുകൾ അഴിഞ്ഞുപോയി. ആ കെട്ട് അതെല്ലാം കരിഞ്ഞുപോയി, ദ്രവിച്ചുപോയി. അയ്യോ. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ കെട്ടിയിരുന്ന കയറ് തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മാന്യ സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബന്ധനമുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടോ? ചില ബന്ധനങ്ങൾ ഇപ്പോഴും ഉണ്ട്, ചില മുൻവിധികൾ, ചില ഇഷ്ടക്കുറവുകൾ. ഞാൻ വളരെ ലളിതമായി പറയട്ടെ, ഏത് കുടുംബത്തിലാണ് ഒരു ഐക്യമുള്ളത്? കുടുംബത്തിൽ ഐക്യം. പലരും സ്വപ്നം കാണും ഒരു ഐക്യം കിട്ടിയിരുന്നെങ്കിലെന്ന്. പലരും എൻ്റെ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഒരു ഐക്യം കിട്ടിയിരുന്നെങ്കിൽ, സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ. ഭർത്താവിൻ്റെ ഒരു നല്ല പുഞ്ചിരി കാണാൻ കൊതിക്കുന്ന ഭാര്യമാരുണ്ട്. ഭാര്യയുടെ സ്നേഹത്തിൻ്റെ മൃദുലമായൊരു ശബ്ദം കേൾക്കാൻ കൊതിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. മാതാപിതാക്കളുടെ വാത്സല്യമസൃണമായ ഒരു സ്വരം കേൾക്കാൻ കൊതിക്കുന്ന മക്കളുണ്ട്. എവിടെയാണ് സമാധാനം? പ്രിയപ്പെട്ടവരെ, സമാധാനമുണ്ട്. സമാധാനം എവിടെ? യേശു അകത്ത് വന്നാൽ, പരിശുദ്ധാത്മാവകത്ത് വന്നാൽ. സ്തോത്രം. പരിശുദ്ധാത്മാവകത്ത് വന്നാൽ അവിടെ സമാധാനമുണ്ട്. നീറിപ്പോയി മനസ്സോട് കഴിഞ്ഞ മനുഷ്യനാണ് ഞാൻ. നിങ്ങൾക്കറിയാമല്ലോ, മനസ്സ് നൊന്ത് വിങ്ങിയ ഒരു മനുഷ്യനാണ് ഞാൻ. 1 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ അപ്പം മരിച്ചു പോയതുകൊണ്ട് കരഞ്ഞ് തളർന്ന മനുഷ്യനാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനസ്സ് ഉഷ്ണിച്ചു പോയൊരു മനുഷ്യൻ, ജീവിതം നിരാശയിലാണ്ടുപോയൊരു മനുഷ്യൻ. അപ്പം മരിച്ചു, ചേട്ടൻ മരിച്ചു, ഞാൻ എന്തിനു ജീവിച്ചു എന്ന് ചിന്തിച്ച മനുഷ്യൻ. ഞാൻ പിന്നെ ജീവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച മനുഷ്യൻ. ആത്മഹത്യയൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാൻ മരിക്കാഞ്ഞത് എന്താണെന്ന്. ദൈവത്തിന് സ്തോത്രം. ആൺപ്രജയൊക്കെ മരിക്കുന്ന വീട്ടിൽ ഞാനങ്ങ് മരിക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാൻ വയ്യായിരുന്നു അന്ന് അത് ശാപമാണെന്ന്. ഒരു ശാപമാണ് ഞങ്ങളുടെ കുടുംബത്തെ വേട്ടയാടിയെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ശാപം വന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ അപ്പനും അറിയാൻ പാടില്ല. ആർക്കും അറിയാൻ പാടില്ല എന്തുകൊണ്ടാണ് ശാപം വന്നത്. കുടുംബത്തിന്മേലൊരു ശാപം ഉണ്ടായിരുന്നു. എന്താണാവോ അറിഞ്ഞുകൂടാ. ഇന്ന് അനേകം കുടുംബങ്ങളിൽ ശാപം നിൽക്കുന്നു. ശാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടിപ്പോകണം. ശാപത്തിൻ്റെ കയറുകൾ അഴിഞ്ഞു പോകണം. എല്ലാം ദ്രവിച്ചു പോകും. യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാൽ, കർത്താവായ യേശുവിൻ്റെ ആത്മാവ് വന്നാൽ കെട്ടുകൾ കരിഞ്ഞു പോകും, കെട്ടുകൾ പൊട്ടിപ്പോകും, കെട്ടുകൾ ദ്രവിച്ചു പോകും, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. ദൈവത്തിന് സ്തോത്രം. ബന്ധനം അഴിയണ്ടേ? ദൈവത്തിന് സ്തോത്രം. ബന്ധനം അഴിയണ്ടേ? ബന്ധനം അഴിഞ്ഞു പോകും. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തുവിനെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനോകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ, നമ്മുടെ കെട്ടുകൾ പൊട്ടിച്ചു തരുവാൻ കർത്താവായ യേശു കുരിശിൽ കെട്ടപ്പെട്ടു. കർത്താവിനെ കയറുകൊണ്ടല്ല കെട്ടിയത്, ആണി കൊണ്ട് ബന്ധിച്ചു. 3 കാര്യം ആണി കൊണ്ട് കർത്താവിനെ ബന്ധിച്ചു. ഓരോ കയ്യിലും ഓരോ ആണിയും, കാലിൽ 2 കാലും കൂട്ടി വെച്ച് ഒരാണി, അങ്ങനെ 3 ആണികളിൽ യേശു കുരിശിന്മേൽ തൂങ്ങിക്കിടന്നു. ബന്ധനസ്ഥനായി കിടന്നു. ആ കൈ ചലിക്കാൻ വയ്യാത്തനായി കിടന്നു. കൈ അനക്കാൻ വയ്യ. ആ കാൽ അനക്കാൻ വയ്യാത്തനായി കിടന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്നേഹിതരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു അന്നു മുതൽ ഇന്നയോളം കർത്താവിന് നടക്കാൻ കാല് എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ട് മനുഷ്യർ പിറകെ കർത്താവ് ഈ നാശയോടെ നോക്കുന്നു. കർത്താവിന് പ്രവർത്തിക്കാൻ കരം എവിടെയും നോക്കിക്കൊണ്ട് കർത്താവ് മനുഷ്യരുടെ കരങ്ങളിലേക്ക് നോക്കുന്നു. മോനെ, നിൻ്റെ കരത്തിലേക്ക് കർത്താവ് നോക്കുന്നു. നിൻ്റെ കരം എനിക്ക് തരുമോ? ഞാൻ നിൻ്റെ കരത്തിൽ കൂടി ഞാൻ പ്രവർത്തിക്കാം. മോളെ, നിൻ്റെ ജീവിതം എനിക്ക് തരുമോ? നിൻ്റെ ജീവിതത്തിൽ കൂടി ഞാൻ അത്ഭുതം പ്രവർത്തിക്കാം. ഒരു കുടുംബത്തെ ഞാൻ സ്വർഗ്ഗമാക്കി തരാം. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കുടുംബത്തെ സ്വർഗ്ഗമാക്കി തരാം. നിൻ്റെ കുടുംബത്തിൽ ഐക്യം തരാം. നിൻ്റെ കുടുംബത്തിൽ സ്നേഹം തരാം. അമ്മയമ്മ പോലും മാറ്റിത്തരാം. എല്ലാം മാറും. സ്നേഹം മാത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവിൻ്റെ തിരക്തത്താൽ അത്ഭുതങ്ങൾ നടക്കും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ ബന്ധനം കഴിയും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വ്യത്യാസം വരും, രൂപാന്തരം വരും. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് രൂപാന്തരം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. രൂപാന്തരം തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ആത്മാവിനെ ഊതുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവേ, എൻ്റെ മേൽ ഊതണമേ നിങ്ങൾ പറയൂ. കർത്താവേ, എൻ്റെ മേൽ ഊതണമേ.
പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് എൻ്റെ മേൽ ഊതണമേ. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് എൻ്റെ മേൽ ഊതി എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കണമേ. എൻ്റെ ഹൃദയത്തിലെ ഉഷ്ണം മാറ്റണമേ. എൻ്റെ മനസ്സിലെ തീഷ്ണത മാറ്റണമേ. മനസ്സിലെ ചൂട് മാറ്റണമേ. കർത്താവേ, എൻ്റെ മനസ്സ് ഇന്ന് ദുരിതത്തിൽ വലഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ ദുരിതം മാറ്റിത്തരണമേ. യേശുവേ, നീ എൻ്റെ നേരെ ഒന്ന് ഊതണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുനാഥ, അതിൻ്റെ പരിശുദ്ധാത്മാവിനെ ഊതണമേ. രോഗങ്ങൾ മാറിപ്പോകട്ടെ, രോഗാണുക്കൾ വിട്ടുപോകട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ശാപങ്ങൾ മാറിപ്പോകട്ടെ, പൈശാചിക ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാ പാപവും എന്നിൽ നിന്ന് അഴിഞ്ഞു പോകട്ടെ, പാപത്തിൻ്റെ കെട്ടുകളെല്ലാം പൊട്ടിപ്പോകട്ടെ. കരുണയുള്ള കർത്താവേ, ഇന്ന് എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. നീ എൻ്റെ ബന്ധനം അഴിക്കണമേ. പ്രാർത്ഥിക്കൂ നിങ്ങൾ. ബന്ധനം അഴിയുവാൻ പരിശുദ്ധാത്മാ ശക്തിയോടെ വരണം. ബന്ധനങ്ങൾ മാറി സ്വാതന്ത്ര്യം തരുവാൻ പരിശുദ്ധാത്മാ ശക്തിയോടെ വരണം. ദൈവത്തിന് സ്തോത്രം. ഇബ്താഹിൻ്റെ മേൽ ആത്മാവശക്തിയോടെ വന്നു, ശത്രുവിനെ ജയിക്കുവാനുള്ള കൃപ കിട്ടി. ശിംശോൻ്റെ മേൽ ആത്മാവശക്തിയോടെ വന്നു, ശിംശോൻ്റെ ബന്ധനം കഴിഞ്ഞുപോയി. ഇന്ന് ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഒരു കാര്യം ചെയ്യൂ. കർത്താവേ, നിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് എനിക്കിനിയുള്ള ദിവസങ്ങൾ ജീവിക്കാൻ ഇന്ന് എൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ. ഇന്ന് ആത്മാവിനെ പകർന്നു കിട്ടി എനിക്ക് എഴുന്നേൽപ്പാൻ കൃപ തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ ജീവിതം സമർപ്പിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കൂ. പാപമെല്ലാം കഴുകുന്ന ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ കൊടുത്തുകൊണ്ട് നിങ്ങൾ സമർപ്പിക്കൂ. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, ഞാൻ ഇന്നു മുതൽ പുതിയ സൃഷ്ടി. നിങ്ങൾ കർത്താവിനോട് പറയൂ. യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ കൊടുക്കൂ. ഒരു വാക്ക് മാത്രം പറയൂ. യേശുവേ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവേ, അവിടുത്തെ മഹത്വമേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വാതന്ത്ര്യം തരുവാനായി അവിടുത്തെ എഴുന്നള്ളി വന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ആത്മാവിന് ശക്തിയോടെ പകരുവാനായി അവിടുത്തെ കടന്നു വന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊടണമേ, തലോടണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.